ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വെരിക്കേറ്റഡ് ലീഫുള്ള ഉജീനിയ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഇതിന് അക്മീന പ്ലാന്റും എന്ന് പറയൂട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഏതൊരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് ഉജീനിയ പ്ലാന്റ്സിനെ പോലെ തന്നെ ഇതിൻ്റെ തളിരിലെ മൊത്തം റെഡ് കളറാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ലീഫിൽ വൈറ്റ്, അതുപോലെ തന്നെ ഗ്രീന്, യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു വെരിക്കേറ്റഡ് ലീഫാണ് കേട്ടോ. ഇനിയിപ്പോൾ തളിരിലെ റെഡ് കളർ ആയിട്ടില്ലെങ്കിലും ഈ ചെടി വളർത്തിയാലും നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്ത നല്ല ഭംഗിയായിട്ടുള്ള ലീഫാണ് കേട്ടോ. നമുക്ക് നല്ലൊരു കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ് ഈ ഒരു വെരിക്കേറ്റഡ് ലീഫുള്ള ഉജീനിയ പ്ലാന്റ്സ് കേട്ടോ. ഉജീനിയ പ്ലാന്റ്സ് തന്നെ ഇപ്പം 3-4 വെറൈറ്റികൾ ഉണ്ടല്ലേ. നല്ല പിങ്ക്, അതുപോലെ തന്നെ നല്ല റെഡിഷ് കളറുള്ള ലീഫാകുന്നത്, പിന്നെ നമ്മളെ എന്താ പറയുക റെഡ് കളറ്, പിന്നെ മെറൂണ് കൂടിയിട്ടുള്ള കളറ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള വെരിക്കേറ്റഡ്, അങ്ങനെ ഒരു 3-4 ടൈപ്പിലുള്ള ഉജീനിയ പ്ലാന്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് നഴ്സറിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 100 രൂപ 75 രൂപക്കൊക്കെ ഇതിൻ്റെ തൈകൾ കിട്ടും കേട്ടോ. അത്രയും വില ഉണ്ടാകുള്ളൂ. നമ്മളത് നല്ല ഗ്രോ ബാഗിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. അതിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന സമയം തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യാതെ ഒരാഴ്ച 2 ആഴ്ച നമ്മുടെ കാലാവസ്ഥക്കല്ല നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്ന സമയത്ത് അതിൽ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, അതുപോലെ തന്നെ നമ്മൾ മണലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്ന മണ്ണ് കുറച്ച് ഗ്രോ ബാഗത്തെ മണ്ണ് നമ്മൾ ചിലപ്പോൾ ഒരു പറ്റുന്ന മണ്ണൊക്കെ ആയിരിക്കും, അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ നട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെടി. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നല്ലൊരു വെയിലത്താണ് കേട്ടോ ഈ ചെടി വെക്കേണ്ടത്. നല്ല വെയിൽ തട്ടുമ്പോഴാണ് ഉജീനിയ പ്ലാന്റ്സ് നമുക്കറിയാം, നല്ല വെയിൽ തട്ടുമ്പോഴാണ് അതിൻ്റെ റെഡിഷ് കളർ, അതായത് ഇതിൻ്റെ തളിരില മൊത്തം കളറ് മാറി വരുന്നതല്ലേ. നല്ല കളർ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല വെയിലത്ത് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം വേണ്ടി ഒരു ചെടിയാണ് ഇട്ടത്. വെള്ളം ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചെടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലൊന്നും ഇതിൻ്റെ പിന്നെ വേരും തണ്ടും ഒന്നും ചീഞ്ഞ് പോയില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ കുറച്ച് മുന്നേ ഞാനൊരു യുജീനിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ യുജീനിയ പ്ലാന്റ്സ് നമ്മൾ റെഡ്, പിന്നെ ഗ്രീൻ ലീഫും അതുപോലെ തന്നെ റെഡിഷ് കളറില്ല, റെഡ് കളറ്, പിന്നെ തളിരിലുള്ള ഫസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് ആദ്യം നോർമലി നമ്മൾ കാണുന്ന പിന്നെ ഉജീനിയ പ്ലാന്റ്സിൻ്റെ ഞാൻ ഫുൾ വീഡിയോ ചാനലിട്ടിട്ടായിരുന്നു. അതിൽ ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മ് വേര് പിടിപ്പിക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഉജീനിയ പ്ലാന്റ്സിൽ എങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്ന മെത്തേഡാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഉജീനിയ പ്ലാന്റ്സ് നമുക്ക് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു സ്തൂപം പോലെ ആക്കി എടുക്കാൻ പറ്റും. സ്തൂപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഇത് ലെമൺ സ്ക്രൈപ്പ് പ്ലാന്റ് ഇല്ലേ, അതുപോലെയൊക്കെ നമുക്ക് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് അതുപോലൊക്കെ ആക്കി എടുക്കാൻ പറ്റും. കാരണം അടിഭാഗത്ത് നല്ല ബുഷിയായിട്ട് മേൽപോട്ട് പോകുമ്പോൾ നമ്മൾ വെട്ടി കൊടുത്തിട്ട് സ്തൂപം പോലെ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഉജീനിയ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ കോർണറിൽ, അതുപോലെ തന്നെ നമ്മളെ മുറ്റത്തൊക്കെ നമുക്ക് പിന്നെ എന്താ പറയുക ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ വെരിക്കേറ്റഡ് ലീഫുള്ള യുജീനിയ പ്ലാന്റ്സ് എൻ്റെ കൈവശമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഒരു തൈ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നഴ്സറിയിൽ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഇലകൾ തന്നെ നല്ല അട്രാക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തളിരില റെഡ് കളർ ആയിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ആവും കേട്ടോ. വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് അറിയാം പ്രൂണിങ് ചെയ്യുമ്പോൾ വീണ്ടും വരുന്ന തളിരിലാണ് റെഡ് കളർ ആവുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുന്ന സമയത്തും നമുക്കിതിൽ ഇലകളുടെ ഭംഗി കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ചെറിയ ഇളം തണ്ട്, അതായത് സ്റ്റെമ്മ് ചെറിയ ഇളം തണ്ട്, നമ്മളിതിൻ്റെ ഇളം തണ്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ പൂഴിമണ്ണിൽ, വെറും പൂഴിമണ്ണിൽ ഒരു വളം ഇടാത്തത് കോമൺ ആയിട്ട് കാണുന്ന ഉജീനിയാണ് കേട്ടോ. വെറും പൂഴിമണ്ണിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ആദ്യം കാണിച്ച ചെടിക്ക് അക്മീന എന്നും പേരുണ്ട് കേട്ടോ. അക്മീന എന്നും പേരുണ്ട് അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള ചെടിക്ക്. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. നല്ല വെയിലുള്ള ആൾക്കാർക്ക്, മുറ്റത്ത് നല്ല വെയിലുള്ളവർക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ.